ടയർഡായ പാമ്പാണ്, ഇവർ പിടിക്കാൻ ശ്രമിച്ചതാണ്, ഇതെന്നെ കടിക്കാൻ സാധ്യത കൂടുതൽ, എന്നെ കടിക്കും എന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് കേൾക്കേണ്ട, എനിക്ക് പാമ്പിനെ കാണണമെന്ന് പറയുന്നു. മനസ്സോടെ ഇതിനെ തുറന്ന് പുറത്തിറക്കി കാണിക്കുന്നു. തിരിച്ച് ബാഗിലാക്കുന്ന സമയത്ത് എൻ്റെ വിരൽ ബാഗിനകത്തിരിക്കുകയായിരുന്നു. നേരെ അവൻ താഴേക്ക് പോയവൻ തിരിച്ചു വന്ന് ഒരു പിടി. പാമ്പ് പിടുത്തക്കാരനായ വാവാ സുരേഷിനെ നിങ്ങൾ അറിയും. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിത കഥ അറിയാമോ? ഇത് അസാധാരണമായ ജീവിത കഥയാണ്. ഒരു ചെറിയ അറിവ് വെച്ചപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതിനെ ഒന്ന് പഠിക്കണം. ഇത്രയും ആൾക്കാർ ഭയപ്പെടുന്ന, നമ്മളിതിനെ പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ പേടിച്ച് ഓടിപ്പോകുന്നൊരു സാധനം എന്താണെന്ന് പഠിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ കടി കിട്ടുന്ന രീതിയിലേക്ക് ഒന്നിനെ പിടികൂടുന്നത്. 1,00,000-ലധികം പാമ്പുകളെ പിടികൂടിയിട്ടുള്ള 250 തവണയിലേറെ പാമ്പുകളെ ഏറ്റിട്ടുള്ള വാവാ സുരേഷിന്റെ അധികമാരും അറിയാത്ത അതിജീവന കഥ. ഞങ്ങൾ 4 മക്കളാണ്. ഞാനും എൻ്റെ ചേട്ടന്മാർ 2 ഞാനും എൻ്റെ അനിയത്തി, ഞങ്ങൾ 4 പേരാണ്. ഞങ്ങളൊരു ഒരു കൃത്യം ഓർമ്മ വരുന്ന സമയത്ത് അമ്മ ശ്രീകാര്യത്തു നിന്ന് വരുന്ന സ്ഥലത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. എന്തെങ്കിലും സാധനം, ഒന്നുകിൽ ചിലപ്പോൾ ഒരു അരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ മിക്സർ ഉണ്ടായിരിക്കാം, അങ്ങനെയുള്ള സാധനം എന്തെങ്കിലും. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. സ്കൂള് വിട്ട് വന്നാൽ ബാല്യകാലത്തെ അനുഭവങ്ങൾ. എൻ്റെ വീടിൻ്റെ താഴെ കുട്ടൻ, അതുപോലെ സാബു, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട്. എൻ്റെ കൂട്ടുകാർ അവർ ഉപയോഗിച്ച് കഴിഞ്ഞ ട്രൗസർ ആണ് എനിക്ക് അവിടുന്ന് നമുക്ക് തരുന്നത് തിരിച്ച്. നമ്മുടെ ഇടുന്ന ട്രൗസറിൻ്റെ ഒരു സ്ഥലം പോലും ഓട്ടയില്ലാത്ത സ്ഥലം ഉണ്ടാകത്തില്ല. പാമ്പ് പിടുത്തക്കാരനാകുന്നതിന് മുമ്പുള്ള ജീവിതം. പുള്ളി എനിക്ക് തലയിൽ തോർത്ത് ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് സിമൻറ്റ് ചട്ടിയിൽ ചള്ള കോരി ഇങ്ങനെ തലയിൽ വെച്ച് തരും. ഞാൻ ഒരു കൈ നിക്കറിലും പിടിച്ച് ഒരു കൈ ഇങ്ങനെ നേരെ മേശരിമാർ നിൽക്കുന്നിടത്ത് വയ്ക്കും. ആ ചട്ടി എടുത്ത് വെക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. 3:30 വരെ അവിടെ അന്ന് പണിയും. എനിക്ക് 5 രൂപ കിട്ടും. പാമ്പുകളോട് താല്പര്യം തോന്നിയ കാലം 7ാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് പിന്നെ സ്കൂളിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടിയപ്പോൾ നീർക്കൂലിയെ കിട്ടാറുണ്ട്, ചേരയെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ പിടിച്ച് സഞ്ചിയിലിട്ടുകൊണ്ട് പോയിട്ട് സ്കൂളിലെ കുട്ടികളെ കൊണ്ട് കാണിക്കുക. സാഹസികമായ പാമ്പ് പിടുത്തങ്ങൾ. സുരേഷ്, ഇങ്ങനൊരു രാജവമ്പാലമുണ്ട്, രാജവമ്പാല പിടിച്ചിട്ടുണ്ടോ? ഞാൻ പറയും ഇല്ലാന്ന് പറഞ്ഞു. പിടിക്കാൻ ധൈര്യം ഉണ്ടോ? ഞാൻ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. മരണത്തിന്റെ വക്കോളം എത്തിയ അപകടങ്ങൾ. എനിക്ക് പെട്ടെന്ന് വന്ന് എല്ലാം ശ്വാസം മുട്ടൽ കൂടി പെട്ടെന്ന് കാഴ്ചയങ്ങ് മങ്ങി. ഞാൻ നേരെ ICUയിലേക്കാണ്. അപ്പോൾ എല്ലാവരുടെയും പറഞ്ഞു മരിച്ചു പോകും, രക്ഷയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള കുറേ ചെറുപ്പക്കാർ അഷ്ണബി രോഹിണി പരിപാടിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവിടുത്തെ മുതിർന്ന ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ട് റീത്തും വാങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുന്നു. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന വാവാ സുരേഷിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ ഓർമ്മ, സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്ന, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അയലോക്കത്തുള്ള വീടുകളുടെ അടുക്കളപ്പുറത്ത് പോയി കാത്തു നിന്നിരുന്ന കാലം ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മ കൂലിപ്പണിക്കാർ, ചുമടെടുക്കാൻ പോകുന്ന അമ്മയാണ്. അമ്മ വൈകുന്നേരം രാവിലെ ചുമടെടുക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അമ്മ വരുന്നത് നോക്കി നമ്മൾ 5:30-6 മണിയാവുന്ന ആ ഒരു ഉദ്ദേശ സമയം, അന്ന് വാച്ചോ ക്ലോക്കോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ 4 മക്കളാണ്. ഞാനും എൻ്റെ ചേട്ടന്മാർ 2 ഞാനും എൻ്റെ അനിയത്തി, ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ ഞങ്ങളൊരു ഒരു കൃത്യം ഓർമ്മ വരുന്ന സമയത്ത് ഞങ്ങൾ അമ്മ ശ്രീകാര്യത്തു നിന്ന് വരുന്ന സ്ഥലത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അമ്മയുടെ തല ദൂരെ അമ്മ ഒരു സഞ്ചി തലയിലെപ്പോൾ അമ്മ സഞ്ചി പിടിക്കത്തില്ല, സഞ്ചി തലയിൽ വെച്ചിട്ട് അതിൽ അന്ന് കഴിക്കുക. അന്നത്തേക്ക് നമുക്ക് ദാരിദ്ര്യം മാറ്റാനുള്ള, അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനുള്ള എന്തെങ്കിലും സാധനം, ഒന്നുകിൽ ചിലപ്പോൾ ഒരു അരിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ മിക്സർ ഉണ്ടായിരിക്കാം, 5 രൂപയുടെ മിക്സർ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിപ്സ്, അങ്ങനെയുള്ള സാധനം എന്തെങ്കിലും. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും. സ്കൂള് വിട്ട് വന്നാൽ അപ്പോൾ അമ്മ ദൂരെ, അമ്മയുടെ തല ഒരു 100-150 മീറ്റർ ദൂരെ ഒരു വളവില്ല, കുളത്തിൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു വളവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ അമ്മ അവിടെ ഇങ്ങനെ നടന്നു വരുന്നത് കാണാം. ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് ഓടും. അന്നൊക്കെ എനിക്കൊന്ന് അനിയത്തിക്കൊന്ന് 4 വയസ്സേ ഉള്ളൂ, എനിക്കന്ന് 6 വയസ്സ് 7 വയസ്സിനടുത്ത് പ്രായമേ ഉള്ളൂ. ഓടിപ്പോയി നമ്മൾ അമ്മയെ കെട്ടിപ്പിടിക്കുന്ന എന്തിനാണ്? അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല, അമ്മയുടെ തലയിലിരിക്കുന്ന സഞ്ചി താഴെ ഇറക്കുന്നത് വരെ നമ്മൾ അമ്മയോടൊപ്പം വരും. അമ്മ കൊണ്ടുവരുന്ന ആ ചിപ്സോ മിച്ചറോ അല്ലെങ്കിൽ കടയിൽ കാർത്തിക എന്നൊരു ഹോട്ടലുണ്ട്, അമ്മ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് പൈസ കുറവാണെങ്കിൽ അമ്മ പഴക്കേക്ക്, അത് ഞങ്ങൾ ഉണ്ണിയപ്പം എന്ന് പണ്ട് പറയും, ഇത്തരത്തിലുള്ള ഉണ്ണിയപ്പം വാങ്ങി. അത് നമ്മൾ 4 പേര്, 1-2 ഉണ്ടാവുള്ളൂ, ഞങ്ങൾ 4 പേര് ഷെയർ ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിലുപരി ഞങ്ങൾ 1-2 പഠിക്കുമ്പോൾ തൊട്ടടുത്ത് പോസ്റ്റ് ഓഫീസിൽ കുടുംബം എന്നൊരു വീടുണ്ട്. നല്ല അവർ സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് പറമ്പുണ്ട്, ഏകദേശം കപ്പ മാങ്ങ, കോട്ടുക്കണം മാങ്ങ, അല്ലെങ്കിൽ വെള്ളരി മാങ്ങ എന്നിങ്ങനെ കുറേ പുളിച്ചി മാങ്ങ, കുറേ മാവുകളുണ്ട് അവിടെ.
പിന്നെ ആഞ്ഞിലി ചക്ക എന്നൊരു സാധനമുണ്ട്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പം ഞങ്ങൾ 4 പേരും ഈ മരത്തിൽ ഈ മാവിൽ നിൽക്കുന്ന എന്താ കളറ് മാറി നിൽക്കുന്ന പഴുക്കാറായി നിൽക്കുന്ന മാങ്ങ നോക്കി വെച്ചിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ആദ്യം പല്ല് തേക്കുന്നതിന് മുന്നേ ഓടുന്നത് ഈ മാവിൻ്റെ മൂട്ടിലേക്കാണ്. തലേ ദിവസം വാവലോ അണ്ണാനൊക്കെ ചപ്പിയിട്ട മാങ്ങ കൊണ്ടുവന്ന് ചെത്തി കഴിച്ചിരുന്നൊരു കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലമാണ്. അതിലുപരി മാങ്ങ മാത്രമല്ല, അവർക്ക് തന്നെ ഒത്തിരി പ്ലാവുകളുണ്ട്, ആഞ്ഞിലിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഴുത്ത് വീഴുന്ന ചക്ക, നമ്മൾ അന്ന് ഒരു പഴുത്ത സാധനം അങ്ങനെ വെളിയിൽ കൊടുക്കില്ല, പഴുത്ത് മൂട്ടി വീണാലും അവർ ആർക്കും കൊടുക്കാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഓടിപ്പോയി ചക്കയുടെ മുകളിൽ ചക്ക പഴുത്തിട്ടുണ്ട്, അത് താഴെ പോയിട്ട് ഞങ്ങൾ ഓടിപ്പോയി അതിൻ്റെ കുരുവാണ് ഞങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരുന്നത്. ആ ശേഖരിച്ചു കൊണ്ടുവരുന്ന കുരു ഞങ്ങൾക്ക് പട്ടിണി മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും 4 പേർക്കും അനിയത്തിക്കും, ഞങ്ങൾക്ക് 4 പേർക്കും അമ്മയ്ക്കുൾപ്പെടെ. അതുപോലെ ഞങ്ങൾ ഈ ആഞ്ഞിലി ചക്കയുടെ ചെറിയ കുരുവുണ്ട്, ഞങ്ങൾ അയണിച്ചക്ക എന്നാണ് പറയുന്നത്. അതിൻ്റെ കുരു പിറക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ ആൾക്കാർ തുപ്പുന്നതായിരിക്കാം, അല്ലെങ്കിൽ നായ് മൂത്രം ഒഴിക്കുന്നതായിരിക്കാം. ഈ മണൽ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ 4 പേരുടെ പോയി ശേഖരിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ചീനിച്ചട്ടിയിലിട്ട് അടുപ്പിൽ വെച്ച് കട്ട വെച്ചിട്ട് ഇഷ്ടിക വെച്ച്, അന്നത്തെ എവിടെന്നെങ്കിലും പറക്കൊണ്ടിരുന്ന ഇഷ്ടിയാണ്, നമുക്ക് ഇഷ്ടിക വാങ്ങാനുള്ള നിവൃത്തിയൊന്നും വന്നില്ല. ഞങ്ങളുടെ വീട് ഒരു പച്ച മണ്ണ് കൊണ്ട് പൊതിഞ്ഞ ഓല മേഞ്ഞൊരു നീളത്തിലുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ കിടക്കുന്ന ചുള്ളിയോ ചപ്പൊക്കെ പറക്കി വെച്ച് കത്തിച്ച് ഈ ആഞ്ഞിലിക്കുരു ഈ മണൽ ചൂടാവുന്നതിനിട്ട് ഇന്ന് കപ്പലിൻ്റെ വറുക്കും പോലെ ചൂടാക്കി വരുമ്പോൾ ആ തൊലിയങ്ങ് പൊളിയും. അങ്ങനെ കഴിച്ചിരുന്നൊരു ദാരിദ്ര്യം പിടിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനൊക്കെ മുന്നോട്ട് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് പാല് കുടിക്കുന്നത് അത് വേറൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ചുമതലയിൽ മൺമളയിലൊരു കോൺവെൻ്റ് ഉണ്ട്. ആ കോൺവെൻറ്റിൽ നിന്ന് തന്ന ഒരു സ്പോൺസർ ഫ്രീ ആയിട്ട് തന്നൊരു പയ്യു ഉണ്ടായിരുന്നു. കുഞ്ഞി എന്നാണ് അമ്മ പയ്യുവിൻ്റെ പേര്. അന്ന് എനിക്കൊരു 8 വയസ്സ് കഷ്ടി വരുന്നതാണ് എൻ്റെ ഓർമ്മ. ആ കുഞ്ഞു പയ്യന്, ആ വലിയ പയ്യനെ നമുക്ക് തരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു. ശങ്കരി എന്നാണ് അവളുടെ പേര് അമ്മ നൽകിയിരുന്നത്. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പാല് കുടിക്കുന്നത് ആ പള്ളിക്കാർ തന്ന പശുവിൻ്റെ പാലാണ് ഞാനൊക്കെ ആദ്യമായിട്ട് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ മഞ്ഞപ്പൊടി എന്നൊരു സാധനമുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. മഞ്ഞപ്പൊടിയും പാൽപ്പൊടിയും ഞങ്ങൾ കഴിക്കുന്നത് ഈ പള്ളിയുടെ ഈ കോൺവെൻറ്റിൽ നിന്ന് തന്നു. ഇതിനു വേണ്ടി ഞങ്ങൾ മത്സരിച്ച് എല്ലാ സൺഡേ ക്ലാസ്സിലും പോകും. ഞാനും എൻ്റെ ചേട്ടന്മാരും അനിയത്തിയൊക്കെ പോയി ഇത് വാങ്ങാൻ വേണ്ടി. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം, ഓർമ്മ. അന്നൊക്കെ സ്കൂളിൽ പഠിക്കാൻ എനിക്കൊന്ന് 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ കുട്ടൻ, അതുപോലെ സാബു, ഇങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട് എൻ്റെ കൂട്ടുകാർ. അവർ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാണ് അവർ പുറത്തേക്ക് കളയുന്നത്. ആ ഉപയോഗിച്ച് കഴിഞ്ഞ ട്രൗസർ ആണ് എനിക്ക് അവരിൽ നിന്ന് നമുക്ക് തരുന്നത് തിരിച്ച്. അവരുടെ ഉപയോഗം കഴിഞ്ഞ് പഴയത് നമ്മുടെ ഇടുന്ന ട്രൗസറിൻ്റെ ഒരു സ്ഥലം പോലും ഓട്ടയാണ്. എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, ഒരു സ്ഥലം പോലും ഓട്ടയില്ലാത്ത സ്ഥലം ഉണ്ടാകത്തില്ല. അത് തുറ്റിക്കെട്ടി ചാക്ക് തയ്ക്കുന്ന നൂല്, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. ചാക്ക് തയ്ക്കുന്ന നൂല് എൻ്റെ ഇടുപ്പിൽ കെട്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ഈ ട്രൗസർ ഊരി പോകാതിരിക്കാൻ വേണ്ടി അത് കെട്ടിയിട്ടിട്ട് ആരെങ്കിലും തരുന്ന ഷർട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിപ്പോയിട്ട് കാലം. ഇതൊക്കെ പറയാൻ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര നാണക്കേടാണ്. എൻ്റെ ചേട്ടന്മാർക്കായിരുന്നു, അവരൊന്നും ഇത് വെളിയിൽ പറയത്തില്ല. പക്ഷേ ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ ജീവിച്ച സാഹചര്യമാണ്. അതിലുപരി ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥാപനമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലയോള സ്കൂള്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ 3:30 വരെ ഞാനും എൻ്റെ ചേട്ടൻ ചേട്ടനൊക്കെ എനിക്ക് 8-ലും 9-ലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാർ, ഗിരീശനും സത്യദേവനും, ലാലി, എൻ്റെ അനിയത്തി ലാലി, ഞാനും സുരേഷും. ഞങ്ങൾ കാത്തിരിക്കും സ്കൂളിൽ മണിയടിച്ച് കുട്ടികൾ പോകുന്നതും കുട്ടികൾ ഇറങ്ങുന്നതും. ഞങ്ങളെ വീണ്ടും അടുത്ത CTCRAയുടെ കോമ്പൗണ്ടിൽ കൂടെ കയറിയിട്ട് ഈ ലയോള കോളേജിനകത്ത് മതിലിനകത്ത് ഇറങ്ങി കുട്ടികൾ, അവിടുത്തെ കുട്ടികൾ ഇത്രയൊക്കെ ആകുമ്പോൾ പെൻസിൽ അറിയില്ല, ഞങ്ങളന്ന് റൂളി പെൻസിൽ എന്നാണ്, ഇന്നത് പറയാറില്ല. ആ പെൻസിൽ കുട്ടികൾ ജനലിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയും, വേണ്ടാത്തത് വലിച്ചെറിയും. അപ്പം ഞങ്ങൾ ഇതൊക്കെ നുള്ളി പറക്കി ചായ പെൻസിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അത് വിറക്കി കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും സ്കൂളിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ആ സ്കൂളുണ്ടായിരുന്നു. നമുക്ക് കുറേ നാൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനായിട്ട് പെൻസിലും ഉപയോഗശൂന്യമായ പേനയൊക്കെ കിട്ടിയിരുന്നു. പേന അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു സാധനം. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്. ദാരിദ്ര്യമുള്ള സമയത്ത് അച്ഛന് പെട്ടെന്ന് തളർന്ന് വയ്യാതാവുന്നു. അച്ഛന് വയ്യാതാവുന്ന സമയത്ത് എനിക്കൊന്ന് അന്ന് 6-ലോ മറ്റോ പഠിക്കുന്ന സമയം, 6-ൽ പഠിക്കുന്നൊരു കാലഘട്ടം. ചെറുപ്പത്തിൽ UPSC പഠിക്കുമ്പോൾ 6-ാം ക്ലാസ്സിൽ
പകുതിയായിട്ടുള്ളൂ. അപ്പോൾ അമ്മ ജോലി ചെയ്തുകൊണ്ടെന്നാലും ശരിയാകത്തില്ല. അച്ഛൻ കാല് തളർന്ന് കിടപ്പായി. 2 ചേട്ടന്മാർ പഠിക്കുന്നു, അനിയത്തിയുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം വീട്ടിൽ പഠിക്കാൻ ഇത്തിരി മോശം ഞാനാണ്. അന്ന് എൻ്റെ വീട്ടിൽ കറക്കാൻ വരുന്ന വിജയൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന്, ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് ചള്ള കുഴച്ച് അല്ലെങ്കിൽ മണ്ണിൽ വെള്ളമൊഴിച്ച് കുഴച്ച് പച്ചക്കട്ട വെച്ച് കെട്ടുന്നൊരു കാലം. അപ്പോൾ ഇങ്ങനെ ചെളി എടുത്തുകൊണ്ട് കൊടുക്കാണ്ട് ആളിനെ തിരക്കി കിടക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. നിങ്ങളെ നാട്ടിൽ അന്വേഷിച്ചാൽ അറിയാം ആ വീട് ഇന്നുമുണ്ട്. ഞാൻ സ്കൂളിൽ പോകാതെ നേരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അണ്ണാന്നാ മറ്റോ ഞങ്ങൾ വിളിക്കുന്നത്. അന്ന് അണ്ണ ഞാൻ കൂടെ കയ്യാളായിട്ട് നിൽക്കാൻ എനിക്ക് എന്ത് തരുമെന്ന് വെച്ച്. അങ്ങനെ എനിക്ക് രാവിലെ പഴങ്കഞ്ഞി തന്നു, ഉച്ചയ്ക്ക് എനിക്ക് കഞ്ഞി തന്നു, 4 മണിക്ക് എനിക്ക് കട്ടൻ ചായയും വാഴയ്ക്കപ്പവും തന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ നിക്കറുണ്ട്. ഞാൻ ഈ നിക്കർ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി എനിക്ക് തലയിൽ തോർത്തിങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അന്നത്തെ സിമൻറ്റ് ചട്ടിയിൽ ചള്ള കോരി ഇങ്ങനെ തലയിൽ വെച്ച് തരും. ഞാൻ ഒരു കൈ നിക്കറിലും പിടിച്ച് ഒരു കൈ ഇങ്ങനെ നേരെ മേശരിമാർ നിൽക്കുന്നിടത്ത് വയ്ക്കും. ആ ചട്ടി എടുത്ത് വെക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. അപ്പോൾ മേശരി തന്നെ ഇതിനെടുത്ത് തട്ടി പണി. അങ്ങനെ ഞാൻ രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് 9 മണിക്ക് ഇറങ്ങട്ടെ. 9 മണി മുതൽ 3:30 വരെ അവിടെ അന്ന് പണിയും. എനിക്ക് 5 രൂപ കിട്ടുമായിരുന്നു. ഈ 5 രൂപ ഞാൻ പെട്ടെന്ന് വാങ്ങി എനിക്ക് വഴിയിൽ കിടന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വീട്ടിൽ കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2-3 ദിവസമായപ്പം ഇങ്ങനെ ഡെയിലി റോഡിൽ കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞ സമയത്ത് അവർക്കൊരു സംശയമായി, എവിടെയെങ്കിലും മോട്ടിക്കുന്നതാണോ. ആ അങ്ങനൊരു മോട്ടിക്കാനൊരു സാഹചര്യം ഉണ്ടായി. എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെയൊക്കെ ഒരു 6-7 വയസ്സായപ്പം പെട്ടെന്ന് കണ്ണിന് കാഴ്ചയില്ലാതാവും. പെട്ടെന്നായിരുന്നു. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഷുഗറോ പ്രഷറോ ഒന്നും ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. പെട്ടെന്ന് കാഴ്ചയില്ലാവുന്ന തടി അറുക്കുന്ന ജോലിയായിരുന്നു അമ്മയുടെ അച്ഛന്. കാഴ്ചയില്ലാതായി. അപ്പോൾ അമ്മയുടെ 2 സഹോദരന്മാരുണ്ട്. ഒരാൾ സ്കൂളിലെ അധ്യാപകനാണ്, മറ്റേ ആൾ CTCRയിലെ ജീവനക്കാരാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഗവൺമെൻറ് ജീവനക്കാരായപ്പോൾ എല്ലാ മാസവും ഈ അച്ഛന് അന്നത്തെ എനിക്കൊന്ന് 50-100 രൂപ കൊണ്ട് കൊടുക്കും. ചില്ലറയായിട്ട് 50-100 ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ അപ്പൂപ്പന് കണ്ണിന് കാഴ്ചയില്ലാത്തതിന് അപ്പൂപ്പൻ്റെ പേര് കൊച്ചു കൃഷ്ണൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് കാഴ്ചയില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം പേപ്പറിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ കണ്ണടച്ചിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ മടക്കി അപ്പൂപ്പൻ കിടക്കുന്ന തലങ്ങണയുടെ ഇങ്ങനെ അടിയിൽ വെക്കും. അപ്പോൾ ഞങ്ങളിത് നോക്കിയിരിക്കും. എന്നിട്ട് പാത്ത് പോയി അപ്പൂപ്പൻ ചരിഞ്ഞുറങ്ങുമ്പോഴും നമ്മൾ ആ പൊതിയെടുത്ത് അതിൽ നിന്ന് 5 രൂപയോ 2 രൂപയൊക്കെ എടുത്ത് നമ്മൾ മുട്ടായി വാങ്ങിക്കാനൊക്കെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എന്തായാലും ജോലിക്ക് പോകണതാണ് നല്ലത്. അങ്ങനെ ആ ദാരിദ്ര്യമായിട്ട് ജോലിക്ക് 5 രൂപ ശമ്പളത്തിന് ജോലിക്ക് തുടങ്ങി. പിന്നെ അങ്ങോട്ട് വീണ്ടും UPSൽ 10 ദിവസം സ്കൂളിൽ പോവും, 5 ദിവസം ജോലിക്ക് പോവും. ആ ജോലി കിട്ടുന്ന പൈസ കൊണ്ട് വീട്ടിൽ ദാരിദ്ര്യം ചെറുതായിട്ട് മാറ്റാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ജോലിയാണ് നല്ലത്. എന്നിട്ടും ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചുകൂടെ പഠിക്കാം. എന്നിട്ട് ഒരു പേനയ്ക്കോ ഒരു ബുക്കിനോ പിന്നെ ഞാൻ ആരെയും ആശ്രയിക്കാതെ എൻ്റെ കഷ്ടപ്പാടിൽ കൂടി ഞാൻ ജോലിക്ക് പോയി. ആദ്യം 5 രൂപ ഇട്ട ജോലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 10 രൂപയായി, 10 പിന്നെ 13ആയി, 13 പിന്നെ 17ആയി, 20ആയി, 23ആയി. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ എനിക്ക് 23 രൂപ ശമ്പളമായി. അപ്പോൾ ഞാൻ ആ പൈസ കൊണ്ട് അത്യാവശ്യം വീട്ടുകാര്യങ്ങളും അത്യാവശ്യം എനിക്ക് പഠിക്കാൻ പറ്റുന്ന നോട്ട് ബുക്കും പെൻസിലും ഒക്കെ വാങ്ങി. അങ്ങനെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ പോകുന്നത്. ഇതിനിടയ്ക്കാണ് എനിക്കൊരു 13 വയസ്സ് കാലഘട്ടം. അന്നൊക്കെ ഞാൻ സ്കൂളിൽ പോയി, ഞാൻ പറഞ്ഞിരുന്നു സ്കൂളിൽ പോകാറില്ല. സ്കൂളിൽ പോകുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു എനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സഹോദരൻ അവിടുത്തെ അധ്യാപകനാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഈ ബാറിൽ സ്കൂളിൻ്റെ നടുക്കൊരു ബാറുണ്ട്, ഒരു ഇരുമ്പ് ബാർ പൊക്കത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഡെസ്ക് ഇട്ടിട്ട് ഡെസ്കിൻ്റെ പുറത്ത് ഇതിൽ തൂങ്ങി പകുതി എത്തുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ പോയി പറയും ഞാനിങ്ങനെ ഒരു ഇത് കാണിക്കുന്നു. അപ്പോൾ മാമ ഓടി വന്ന് എന്നെ ചുവരിൽ വെച്ച് അടിക്കുമായിരുന്നു, നന്നായിട്ട് അടിക്കുമായിരുന്നു, നല്ല അടിക്കുമായിരുന്നു. എന്തെങ്കിലും കാണിച്ചാൽ അപ്പോഴടിക്കുമായിരുന്നു. അപ്പോൾ അതായപ്പോൾ എനിക്ക് പിന്നെ സ്കൂളിൽ പോകാൻ ഭയമായി. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമെന്നില്ല. ഞാൻ രാവിലെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങും. നേരെ എന്നിട്ട് വേറൊരു വഴിയെ കൂടെ തിരിഞ്ഞ് ഏതെങ്കിലും പാടത്തോ പറമ്പിലോ പോയി പാത്തിരിക്കും. അറിയാലോ, പണ്ട് കാലങ്ങളിൽ ഗോതമ്പിൻ്റെ ഉപ്പ്, സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവുന്നത്, അത് എൻ്റെ ജീവിതത്തിന് ആദ്യം കഴിക്കുന്നത് മൺമള കോൺവെൻറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തരുന്നതുകൊണ്ട് അത് ആദ്യമായിട്ട് കഴിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിക്കുന്നത് ചെറുകിൽ UPSC പഠിക്കുമ്പോഴാണ്. ഈ ഉപ്പുമാവ് കഴിക്കാണ്ട് ചില ദിവസങ്ങൾ കഴിക്കുമ്പോൾ ഇത്രച്ച ഉണ്ടാകും പുഴു. അവർക്കൊന്നുണ്ട് ആരെങ്കിലും അത് പണ്ടുള്ള ആൾക്കാർ കിട്ടിക്കാണും. ഇത്രച്ച ഉണ്ടാകും, ഈ ഗോതമ്പിനകത്തുള്ള പുഴു ഉണ്ടാകും. അത് ചാക്കോട് തട്ടിയിട്ടാണ് വെള്ളത്തിയിട്ടാണ് കഴുകുന്നില്ല ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ അന്ന് കുഞ്ഞാണെങ്കിൽ ഇതൊക്കെ പോയി നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അലുമിനിയം പാത്രവും കൊണ്ട് ആണ് ഈ ഉപ്പുമാവ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ LG കായത്തിൻ്റെ സഞ്ചിയിൽ ഇങ്ങനെ പാത്രം ഇട്ട് നമ്മൾ റോഡിൽ ഈ തോട്ടിൻ്റെ സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഈ ഓലിയുടെ വെള്ളം പോകുന്ന സൈഡിൽ കൂടെ പോകുമ്പോൾ
വേനലാകുമ്പോൾ അവിടെ വെള്ളം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ മീനുകൾ വെള്ളമില്ല ഇങ്ങനെ തുടിക്കുന്നത് കാണാൻ പറ്റും. ഞാനപ്പോൾ അവിടെ ഇറങ്ങി നിന്ന്, അപ്പോൾ ഞാൻ ആദ്യം നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കോരി എടുത്തിട്ട് ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുന്ന മീനുകൾ ഇതിനകത്ത് പിടിച്ചിട്ട് എൻ്റെ വീട്ടിനടുത്ത് പോങ്ങുമൂടിനടുത്ത് ബാബുജി നഗറിനടുത്ത് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കൊണ്ട് തുറന്നു വിടുന്നു. അങ്ങനെ ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ ഈ പ്രവണത ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കും. അല്ലെങ്കിൽ വീട്ടിൽ 3:30 വീട്ടിലെത്തുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴെന്നെ പലരും കാണാറുണ്ട്. ഞാൻ പറയും വീട്ടിൽ പോയി പറയരുതെന്ന് പറയുമ്പോൾ പലരും എന്നെ അന്ന് അടി കിട്ടുമെന്നുള്ള പഠിച്ച് ആരും എനിക്ക് അങ്ങനെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു 3-4 ദിവസം അങ്ങനെ ആവർത്തിച്ചപ്പോൾ അച്ഛൻ ഒരു ദിവസം അതിൽ ജോലിക്ക് പോകാൻ എന്നെ കണ്ടു. അച്ഛൻ അപ്പോഴൊന്നും മിണ്ടിയില്ല. വൈകിട്ട് വന്ന് നന്നായിട്ട് പെരുമാറി, നന്നായിട്ട് അടിച്ചു. അച്ഛൻ നന്നായിട്ട് കഴിക്കുന്ന, പറയാൻ പാടില്ല, അച്ഛൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. നന്നായിട്ട് കഴിക്കുന്ന, അച്ഛൻ മരണപ്പെട്ടു, അച്ഛൻ കഴിക്കുന്ന ഒരാൾ. അപ്പോൾ കഴിച്ചിട്ട് വന്നാൽ അച്ഛൻ്റെ ഒരു വിനോദം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് കഞ്ഞി വെക്കുന്നത്, തല്ലിപ്പൊടി, ചെറുപ്പകാലം കൊണ്ട് കണ്ടു വളർന്നു. എൻ്റെ ഒരു 7-8 വയസ്സുള്ളപ്പോൾ കണ്ടു വളർന്നൊരു ഓർമ്മയാണ്. അമ്മ കൂലിപ്പണിക്ക് പോയിട്ട് വന്ന് കഷ്ടപ്പെട്ട് കഞ്ഞി വയ്ക്കുമ്പോൾ അതിനെ തല്ലിപ്പൊട്ടിക്കുക, മക്കളെ എടുത്തിട്ട് അടിക്കുക. പിന്നെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അടിയിട്ട് എന്നെ പിടിച്ച് ഇങ്ങനെ കെട്ടിയിടും. നടുക്ക് എൻ്റെ വീട്ടിൽ ഒരു ചാമ്പ എന്ന് പറയുന്ന മരം ഉണ്ടായിരുന്നു. ആ ചാമ്പ മരത്തിൽ ഇങ്ങനെ നടുക്ക് മരമാക്കിയിട്ട് എന്നെ കെട്ടിയിട്ടിട്ട് എന്നെ നന്നായിട്ട് തല്ലുമായിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ വരാനും പേടിയായി. അപ്പോൾ ചെറുപ്പം മുതലായിട്ട് ഇത് ഈ കുസൃതി, കുസൃതി ഭയങ്കര ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അവർ ചെയ്യരുതെന്ന് പറഞ്ഞാലും കുറച്ചു നേരം അടി കിട്ടിയാലും ഉണ്ടായിരിക്കും. പിന്നെ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എനിക്കൊരു പേരുണ്ടായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് എന്താ പറയുക, അസ്ഥിക്കറുപ്പൻ എന്നാണ്. അസ്ഥിക്കറുപ്പൻ കറുപ്പായിരുന്നുകൊണ്ട് എൻ്റെ അസ്ഥി വരെ കറുപ്പാണെന്നാണ് അന്ന് പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ആൾക്കാർ വിളിച്ചിരുന്നത്. ഇരട്ടപ്പൻ, അസ്ഥിക്കറുപ്പൻ എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. അത്രയ്ക്ക് കറുപ്പാണെന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത്. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഈ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എൻ്റെ ഈ സ്കൂളിലേക്കുള്ള പ്രയാണത്തിനിടയിൽ എനിക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി. അതിൽ ഒരാൾ ഈ ഇടയ്ക്ക് തൂങ്ങി മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് മനോജ് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വണ്ടിക്കാള സ്വന്തമായിട്ടുള്ളതാണ്, നാരായണൻ എന്നായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു സുഹൃത്ത് രഘു എന്നായിരുന്നു. അദ്ദേഹം ഇന്ന് പാലൊക്കെ കറന്ന് ആക്സിഡൻ്റൊക്കെ ആയി ജീവിക്കും. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അപ്പോൾ അവർ അലക്കുകാരാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്ക് നിത്യേന വീട്ടിൽ പൈസ വരുന്നുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ കട്ടെടുത്തുകൊണ്ട് വന്നിട്ട് അന്നത്തെ സിസ്റ്ററിന് ഞാനൊന്ന് 7 പഠിക്കുന്നൊരു കാലം, 6 കഴിഞ്ഞ് 7ലേക്ക് വരുന്നു. ഒരു പാക്കറ്റ് സിസ്റ്റർ ഫിൽറ്ററും ഒരു പാക്കറ്റ് പനാമയും വാങ്ങിയിട്ട് വരും. ഞങ്ങൾ 3 പേരും ക്ലാസ്സിൽ കയറാതെ തൊട്ടടുത്ത് ആലീസ് അമ്മച്ചി എന്ന് പറയുന്ന ഒരു അമ്മച്ചിയുടെ ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്. അവർ അമ്മ കപ്പ നട്ടിട്ടുണ്ട്, മരിച്ചിനി. ആ മരിച്ചിനിയുടെ നടുക്ക് ഞങ്ങൾ ഇതിനിടെ ഊളിയിട്ട് പോയിട്ട് എൻ്റെ നടുക്ക് പോയിരുന്ന് 2-3 കൂടി കപ്പയൊക്കെ പിടിച്ച് അവടെ ഇരുന്ന് സേർട്ട് വലിക്കുമായിരുന്നു. നിത്യേന ഇതിങ്ങനെ തുറന്ന് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വളർന്ന് നോക്കിയപ്പോൾ കപ്പയിലിടുന്ന് ഇങ്ങനെ പുക പോകുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞ് ഞങ്ങളെ പിടിച്ചു. അതിനും വീട്ടിൽ വന്ന പാടിയായി. എൻ്റെ നാട്ടിൽ CTCRI, സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മരിച്ചിനി ഗവേഷണ കേന്ദ്രം. അപ്പം ഞങ്ങൾ അമ്മയോടൊപ്പം പുല്ല് പറിക്കാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് പുല്ലും പറിക്കുക. അന്ന് അമ്മയ്ക്ക് പൈ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെയൊക്കെ ഒരു 7 വയസ്സായ സമയത്തൊക്കെ അമ്മയ്ക്ക് പൈ വളർത്തി തുടങ്ങി. അപ്പോൾ അമ്മ തൊട്ടടുത്തൊക്കെ പുല്ല് പറിക്കാൻ ഞങ്ങളും കൂടെ പോകും. അപ്പോൾ അമ്മ CTCRI എന്നുള്ള ഗവേഷണത്തിൽ നമുക്ക് പാസ്, അന്ന് എനിക്ക് വന്ന് 3 രൂപ 2,000 രൂപ പാസ് എടുത്താൽ നമുക്ക് ആവശ്യമുള്ള പുല്ല് പറിക്കാം. അമ്മ പോകുമ്പോൾ അമ്മയോടൊപ്പം പോകും. അപ്പോൾ നമ്മൾ കപ്പയുടെ ഇരുന്നൊക്കെ പുല്ല് പറിക്കുമ്പം അമ്മ പുല്ല് പറിച്ചെങ്കിൽ നമ്മൾ കപ്പയുടെ മൂട്ടിലിരുന്നിട്ട് കപ്പ തോണ്ടി കപ്പയുടെ മൂട് മാന്തിയിട്ട് ഈ കപ്പ ഒടിച്ചെടുത്ത് ഈ പുല്ലിൻ്റെ ഇടയിൽ വയ്ക്കും. അമ്മയ്ക്കറിയാം നമ്മൾ ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ വിശപ്പുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു പശു വളർത്തി നമ്മുടെ ദാരിദ്ര്യം മാറുകയില്ല. അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന് അവിച്ച്, കട്ട് കൊണ്ടുവന്ന് അവിച്ച് തന്നൊരു കാലം ഉണ്ടായിരുന്നു. കട്ട് കൊണ്ടുവന്നു, ആരും തന്നിട്ടില്ല, കട്ട് കൊണ്ടുവന്ന് അവിച്ച് തന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പാമ്പ് അതിഥിയിലെ കണ്ടുമുട്ടുന്നതും അച്ഛൻ്റെ ഈ ഒരു പ്രയാണം. അച്ഛൻ ജോലിക്ക് പോയിട്ട് ഒന്നും കൊണ്ടുവരാതായി. അച്ഛൻ കിട്ടുന്ന മുഴുവൻ കുടിച്ച് നടന്നൊരു കാലഘട്ടം. അപ്പോഴാണ് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഈ UPS കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് ചെന്ന്. UPS കഴിച്ച് 7ാം ക്ലാസ് ആയപ്പോൾ ഞാൻ 2 പ്രാവശ്യം 7ാം ക്ലാസ്സിൽ തോറ്റു. അതെന്ന് വെച്ചാൽ ഞാൻ ആകെപ്പാടെ സ്കൂളിൽ പോകുന്നത് 30-35 ദിവസമാണ് ഒരു വർഷത്തിൽ. അമ്മയുടെ സഹോദരനോടുള്ള മാമൻ എന്നെ ജയിപ്പിക്കുന്നു. കാരണം വേറെ ഞാൻ അത്രയ്ക്ക് ശല്യക്കാരനാണ് അവിടെ. അത് ഞാൻ ചുമ്മാ പിള്ളേരുടെ അടുത്ത് തോണ്ടുക, പിള്ളേരെ മാന്തുക, പിള്ളേരുടെ പുറത്ത് എന്തെങ്കിലും കൊണ്ട് എറിഞ്ഞിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് പരാതിയാകുമ്പോൾ എൻ്റെ ചേട്ടന്മാർ 2 കൂടെ എന്നെ പിടിച്ച് കെട്ടിയിടും, അനിയത്തിയും കൂടെ കെട്ടിയിട്ടിട്ട് എൻ്റെ നാട്ടിൽ ഈ CTCRIയിൽ നമ്മുടെ പട്ടുനൂൽ പുഴു എന്നുണ്ട്. ആ പുഴുവുണ്ട്.
പട്ടുനൂലെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ തീറ്റി എന്ന് പറയുന്നത് ആവണക്കിൻ്റെ ഇലയാണ്. ആവണക്കെന്ന് നമ്മൾ കണ്ട ആവണക്കിൻ്റെ എണ്ണ ആവണക്ക് ചെടി, ആവണക്കിൻ്റെ ഇലയാണ്. ഈ ഇലയിൽ ഒരു സീസണാകുമ്പോൾ മഞ്ഞ കലർന്ന തവിട്ട് കളറുള്ളൊരു പുഴു ഉണ്ടാവും. ഇത് ഇല തിന്നാനായിട്ട്. ഇത് ബട്ടർഫ്ലൈ ആണ്. ഇത് ലാർവയായിട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ അനിയത്തി ഞാൻ വാലാണിക്കും എന്നെ കെട്ടിയിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് എൻ്റെ ദേഹത്ത് കുടഞ്ഞിടുക എന്നുള്ളത്. അപ്പോൾ എനിക്കത് ദേഹത്ത് വീഴുമ്പോൾ എനിക്ക് ചൊറിഞ്ഞിട്ട് ദേഹം മൊത്തം ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആ ഒരു 10 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 12 വയസ്സിന് താഴെയുള്ള അനുഭവം ഇന്നും എനിക്ക് പറമ്പിൽ ഒരു പുഴുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇല തിന്നുന്ന പുഴുവിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഹം മുഴുവൻ ഒരു കുളിർമയായിട്ട് ദേഹം മൊത്തം ഒരു രോമം മൊത്തം അങ്ങ് എഴിച്ചു വരും. അന്നത്തെ ആ ഓർമ്മ. അച്ഛനും അതുപോലെയാണ്. അച്ഛൻ എന്നെ പിടിച്ച് കെട്ടിയിട്ട് അച്ഛൻ്റെ വിനോദം എന്ന് പറഞ്ഞാൽ പുളിയുടെ കമ്പൗണ്ട് തല്ലുകയാണ്. പുളിയും കമ്പൗണ്ട് എന്നെ അടിക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് അച്ഛനോട് പിന്നെ എനിക്ക് ദേഷ്യമായി. അച്ഛൻ പറഞ്ഞ അച്ഛന് എനിക്ക് ഭയങ്കര ദേഷ്യമായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു കുരുത്തക്കേട് വെച്ചാൽ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ പുളി ഉറുമ്പ്, നമ്മുടെ മറ്റു ജില്ലകളൊക്കെ പുളി ഉറുമ്പെന്നാണ് പറയുന്നത്, എൻ്റെ നാട്ടിൽ എന്താ പറയുക നീറെന്നാണ് പറയുന്നത്. നീറ്, ഈ കൊല കിട്ടുന്ന നീറ് കൊണ്ടയോട് അടിച്ച് എൻ്റെ ദേഹത്ത് കുടഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിലായപ്പോൾ എനിക്ക് ജീവിതത്തിലുള്ളൊരു വെറുപ്പായി. അതിനിടയ്ക്കൊരു സംഭവം നമ്മൾ പറയാൻ വിട്ടു. ഈ പാത്തിരിക്കുന്ന സമയത്താണ് ഈ സ്കൂള് കട്ട് ചെയ്ത് പാത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് ഉണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ചാമ്പലൊക്കെ ഇടുന്നൊരു കൂടുണ്ട്. അന്നത്തെ ചാരം ഇടുന്നൊരു ചെറിയ കൂടുണ്ട്. അതിനകത്താണ് ഞാൻ പോയി പാത്തിരിക്കുന്നത്. തൊട്ടടുത്തെല്ലാം പാടവും ചെറിയ തോടും ഒക്കെയാണ്. അങ്ങനെ രാജേഷിൻ്റെ അമ്മ ദൂരെ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് വിളിച്ച് അടുത്ത മാറാൻ പിടിച്ച് കിടക്കുന്ന ഒരു തെങ്ങിൻ തോപ്പിൽ, എനിക്കൊന്ന് ജോർജ് തോമസ് എന്ന് പറഞ്ഞ സാറിൻ്റെ പറമ്പാണോ അതേ കരവഴ കുടുംബത്തിൻ്റെ പറമ്പ് മാറാൻ പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഒരു ഊളിയിട്ട് ഒളിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ഇഴജന്തുക്കൾ ഇങ്ങനെ ഒത്തിരി പോകുന്നുണ്ട്. അപ്പോൾ നീർക്കോലിയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് അതിനെ കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ പെട്ടെന്നൊരു വ്യത്യസ്തമായ ഒരാൾ പെട്ടെന്ന് ഞാൻ അനങ്ങുന്നുണ്ട് എൻ്റെ മുന്നിൽ ഒന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പത്തിയിടും ചീറ്റി നിന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്താ സാധനം. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്നും ഇങ്ങനെ നോക്കി ഇങ്ങനെ ചീറ്റി നിൽക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കിടന്ന് ചെറിയ ഇത്രയും ഇത്രയുള്ളൊരു കമ്പെടുത്ത് ഇങ്ങനെ വെറുതെ തട്ടിയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയും തോന്നിയില്ല. അദ്ദേഹം പത്തിയെടുത്ത് തന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇത് കൊള്ളാമല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചുമ്മാ അവിടെ നിന്ന് കുറഞ്ഞിരുന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഇങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ തൊട്ടടുത്തുള്ള എനിക്ക് തോന്നുന്നു ഒരു 4 അടി അകലം പോലും ഇല്ലാത്തൊരു തോട്ടിൽ ഒരു ഹോർലിക്സിൻ്റെ അന്ന് ഹോർലിക്സിൻ്റെ കുപ്പി കണ്ണാടി കുപ്പി കിടപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് അതിനെ എടുത്തുകൊണ്ടുവന്ന് ഇതിനെ കമ്പ് വെച്ച് തള്ളി പതുക്കെ ഇതിനകത്ത് കയറ്റി. അന്ന് മാറാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഈ ചേമ്പ് നമ്മൾ ഉപയോഗിക്കാത്ത ചൊറിയൻ ചേമ്പ്, തോട്ടിൻ്റെ ചേമ്പിൻ്റെ ഇല 2 ഇല എടുത്ത് അതിൻ്റെ മൂട് ഒടിച്ച് കളഞ്ഞ് എന്നിട്ട് വെച്ച് കെട്ടി, വാഴയുടെ വള്ളി വെച്ച് കെട്ടി ഈർക്കിലിട്ട് ഹോളിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ 2 ദിവസം അവിടെ കൊണ്ടുവച്ചു. പക്ഷെ കൊണ്ടുവയ്ക്കാനൊരു കാരണമുണ്ട്. എനിക്കന്നൊരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ആ ആൾ കാക്കക്കുഞ്ഞായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ എനിക്ക് കളഞ്ഞു കിട്ടിയൊരു കാക്കക്കുഞ്ഞുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടന്മാരനെ സഹായിക്കും. കുഞ്ഞനിയത്തിയാണ്. അനിയത്തിക്ക് അത് വലിയ കൗതുകമാണ്. അപ്പോൾ ഞാൻ കാക്കക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ LG കായത്തിൻ്റെ ഇതിട്ട് എന്നിട്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുവന്ന് നോട്ട്ബുക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുപ്പിൽ വെച്ചാണ് പോകും. ഇങ്ങനെ ഇടുപ്പിലും വെക്കും ബാക്കിലും വെക്കും. ഈ ചാക്കിനോട് കെട്ടിയിരിക്കുന്നുണ്ട്, ഇത് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ ഈ സഞ്ചിക്കകത്ത് കാക്കക്കുഞ്ഞിനെ ഇട്ടുകൊണ്ടുവന്ന് 2 ഓട് ഇങ്ങനെ വെച്ച്, ഓരോട് ഇങ്ങനെ വെച്ച്, ഓരോട് മേളിൽ വെച്ച്, എന്നിട്ട് കാക്കക്കൂട്ടുകാരനെ അതിനകത്ത് വെച്ച്. അപ്പോൾ എനിക്കൊന്ന് 13 സെൻറ്റ് സ്ഥലം ഒരുമിച്ച് കിടക്കണം. 3-4 ഷെയറാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയൊന്നും അറിയാതെ ഒരു പറങ്കി മാവിൻ്റെ മൂട്ടി കൊണ്ട് വെച്ച് നല്ല ഇതായിട്ടൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് അടുത്ത് നിന്ന് തൊട്ട് വാ തുറക്കും, അതിന് തീറ്റി വെച്ച് കൊടുക്കും. അങ്ങനെ എനിക്ക് 7 അതിഥികളെ കിട്ടുമ്പോഴാണ് ഈ ഒരു മൂർഖന് കുഞ്ഞിനെ കിട്ടും. ഞാൻ നേരെ ഓട് മാറ്റി കാക്കക്കുഞ്ഞിൻ്റെ കൂടിനകത്ത് കൊണ്ട് വെച്ചു. ആദ്യത്തെ ദിവസം ആരും അറിഞ്ഞില്ല, 2ാമത്തെ ദിവസം ആരും അറിഞ്ഞില്ല. പക്ഷേ ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താണ് എപ്പോഴും കാക്കക്കൂടിൻ്റെ അടുത്ത് വരിക. അപ്പോൾ കാക്ക ഉള്ളതുകൊണ്ട് പിന്നെ അത് ഉറപ്പ് വേറൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെ ഞാനൊരു ദിവസം ചെറിയ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പം അമ്മ അങ്ങനെ വഴിയിൽ കാത്തു നിൽപ്പുണ്ടെന്ന് ഈ കാറ്റത്ത് ഈ ഓടങ്ങ് മറിഞ്ഞു വീണു. ഓട് മറിഞ്ഞു വീണപ്പോൾ കാക്ക ചാടി പോവുകയും ചെയ്ത് ഈ കുപ്പി അവർ കാണുകയും ചെയ്തു. കുപ്പി അവർ കണ്ടത് മാത്രമല്ല, ഈ കുപ്പിക്കകത്തിരുന്ന സാധനം ഈ കെട്ടല്ലേ, മാറാൻ്റെ ഇല വെച്ച് കെട്ടില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കെട്ടങ്ങ് ലൂസായി. ഞാനല്ലേ കെട്ടുന്നത്, നമ്മൾ കുഞ്ഞല്ലേ. അപ്പോൾ കെട്ട് ലൂസായി ഇത് പുറത്ത് ഇറങ്ങുന്നത് അവർ കണ്ടു. അങ്ങനെയാണ് ഇതറിയുന്നത് ഈ സാധനം ഇതിനകത്തുണ്ടായിരുന്നു. അന്ന് പിന്നെ നല്ല തല്ല് കിട്ടി. എനിക്കന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ 2ാം വർഷം. അപ്പോൾ 7 2 കഴിഞ്ഞിട്ടാണ് 8ലേക്ക് പോകുന്നത്. 8 2ാം വർഷം. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 7 12 ഒരു 15 വയസ്സിനടുത്ത് പ്രായം വരും.
അപ്പോൾ ഞാനും പെട്ടെന്നൊരു കയറെടുത്ത് കിണറ്റിലേക്ക് ഇറങ്ങുന്നു. ഞാൻ താപ്പോട്ട് മേളിൽ നിന്ന് നോക്കിയപ്പോൾ ചെറിയ ചെറിയ മാളങ്ങളിൽ നിന്ന് പഴ ഹോളിനകത്ത് നിന്ന് ഇങ്ങനെ പാമ്പുകൾ ഇങ്ങനെ തലയിടുന്നു, കുഞ്ഞു കുഞ്ഞു അതിൽ തലയിടും. അങ്ങനെ ഞാൻ അതിനകത്ത് ഇറങ്ങി അതിനെ ആ മാളം, അന്ന് എനിക്ക് പാരയല്ല, അന്ന് പിക്കാസാണ്, പിക്കാസ് ഉപയോഗിച്ച് ആ മാളം വലുതാക്കി